ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡ്രെയിനേജ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റിവേഴ്സ് സിസ്റ്റം എന്താണ് എന്നുള്ള കാര്യവും, അതുപോലെ ഇന്ത്യയിലെ റിവേഴ്സിനെ എങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ആ ഡിവിഷന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഈ പറയുന്ന ഹിമാലയൻ റിവേഴ്സ് അതുപോലെ തന്നെ പെനിൻസുലാർ റിവേഴ്സ് എന്നിങ്ങനെ രണ്ടായിട്ട് ഇന്ത്യൻ റിവേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ്, ഇന്ത്യസ് റിവേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു. ഇന്ത്യയിലെ റിവേഴ്സിന് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, റിവർ സിസ്റ്റം ഓഫ് ആൻ ഏരിയ ആണ് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ റിവേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഹിമാലയൻ റിവേഴ്സ് ആൻഡ് പെനിൻസുലാർ റിവേഴ്സ്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിമാലയൻ റിവേഴ്സിന്റെയും പെനിൻസുലാർ റിവേഴ്സിന്റെയും ഡിഫറൻസസ് ആണ്. ഈ ഡിഫറൻസസ് നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ ബോത്ത് റിവേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയാണ്, പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഫറൻസസ് നോക്കുന്ന സമയത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ഒന്നല്ല, ബിക്കോസ് നമ്മൾ ഇതിലെ ഡിഫറൻസസ് നോക്കുന്ന ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 to 6 minutes കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ക്ലാസ് കാണണം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനും ഈ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ നമുക്ക് മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് പെനിൻസുലാർ റിവേഴ്സ്. ഫസ്റ്റ് വൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് പെരിനിയൽ റിവേഴ്സ് ആണ്. ബിക്കോസ് ത്രൂ ഔട്ട് ദ ഇയർ ഹിമാലയൻ റിവേഴ്സിൽ എന്തുണ്ടാവും, വാട്ടർ കണ്ടന്റ് ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും. അവിടെ ത്രൂ ഔട്ട് ഇയർ എന്ത് ചെയ്യും, ഇത് ഹിമാലയൻ റിവേഴ്സ് ഫ്ലോ ചെയ്യും. ത്രൂ ഔട്ട് ഇയർ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് ആണ് ഹിമാലയൻ റിവേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിനിയൽ റിവേഴ്സ്. ത്രൂ ഔട്ട് ഇയർ ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനാണ് എന്ത് പറയുന്നത്, പെരിനിയൽ റിവേഴ്സ് എന്താ പറയാ, റിവേഴ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പെനിൻസുലാർ റിവേഴ്സിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പെനിൻസുലാർ റിവേഴ്സ് ആർ സീസണൽ. പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് സീസണൽ ആണ്. എന്താണ് ഈ പറയുന്ന ഹിമാലയൻ റിവേഴ്സ് എന്തുകൊണ്ടാണ് പെരിനിയൽ, പെനിൻസുലാർ റിവേഴ്സ് എന്തുകൊണ്ടാണ് സീസണൽ എന്നുള്ളത് നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. നമുക്ക് നോക്കാം, ദ സോഴ്സ് ഓഫ് വാട്ടർ ഈസ് റെയിൻ ആസ് വെൽ ആസ് മെൽറ്റഡ് സ്നോ. ഹിമാലയൻ റിവേഴ്സിന്റെ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് റെയിൻ ഉണ്ട്, അതുകൂടാതെ എന്തുണ്ട്, മെൽറ്റഡ് സ്നോ കാണാൻ പറ്റും. ഹിമാലയൻ എന്താ പറയാ റീജിയൻസ് ഒക്കെ ഹിമാലയൻ റീജിയൻസ് ആണ് ഹിമാലയൻ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെൽറ്റഡ് സ്നോ കൂടി എന്തിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഹിമാലയൻ റിവേഴ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ റിവേഴ്സിൽ എന്തുണ്ടാവുന്നുണ്ട്, ത്രൂ ഔട്ട് ദി ഇയർ ഫ്ലോ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ പെനിൻസുലാർ റിവേഴ്സിന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ റെയിൻഫാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പെനിൻസുലാർ റിവേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സീസണൽ റിവേഴ്സ് ആണ്. റെയിനി സീസണിലായിരിക്കും പെനിൻസുലാർ റിവേഴ്സിലേക്ക് എന്ത് വരുന്നത്, വാട്ടർ ഡെപ്പോസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പെനിൻസുലാർ റിവേഴ്സ് എന്താണ്, സീസണൽ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഹിമാലയൻ റിവേഴ്സ് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ഹിമാലയൻ റീജിയൻസ്. ഹിമാലയൻ റീജിയൻസ് ആണ് ഹിമാലയൻ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പെനിൻസുലാർ റിവേഴ്സ് ആണെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂ റീജിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ഡിഫറൻസ് നോക്കാം. ഹിമാലയൻ റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ദേ ഹാവ് ലോങ് കോഴ്സസ് ഫ്രം ദ സോഴ്സ് ടു സീ. സോഴ്സ് ടു സീ, അതായത് അതിന്റെ സോഴ്സ് മുതൽ സീ വരെയുള്ള ലോങ് കോഴ്സസ് ആണ് എന്തിനുള്ളത്, ഹിമാലയൻ റിവേഴ്സിനുള്ളത്. പക്ഷെ പെനിൻസുലാർ റിവേഴ്സിനാണെങ്കിലോ ഷോർട്ടർ ആയതും ഷാലോവർ ആയിട്ടുള്ള കോഴ്സസ് ആണ് എന്തിനുള്ളത്, പെനിൻസുലാർ റിവേഴ്സിനുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലോങ് കോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റും ഇറോഷൻ ഒക്കെ കൂടുതൽ നടക്കും. അപ്പൊ ഈ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയാണ്, പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻഡസ്, ബ്രഹ്മപുത്ര ആൻഡ് ഗംഗ. ഓക്കെ, ഇൻഡസ്, ബ്രഹ്മപുത്ര ആൻഡ് ഗംഗ. നമ്മളിത് പഠിക്കാനുള്ള ഷോർട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബിഗ് റിവേഴ്സ്, ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയം ബിഗ്. അപ്പൊ ഹിമാലയൻ റിവേഴ്സ് ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ, ബിഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. അപ്പൊ ബിഗ് എന്ന് പറയുമ്പോൾ ഹിമാലയം ബിഗ് ആണ്. അപ്പൊ ബിഗ് റിവേഴ്സ്, ഹിമാലയൻ റിവേഴ്സ്. അപ്പൊ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ദീസ് ആർ ദ ഹിമാലയൻ റിവേഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ്, മഹാനദി ഉണ്ട്, ഗോദാവരി ഉണ്ട്, കൃഷ്ണ ആൻഡ് കാവേരി. ഇതൊക്കെ പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനിയും ഉണ്ട് പെനിൻസുലാർ റിവേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡിഫറൻസസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എല്ലാ റിവേഴ്സിന്റെയും എന്ത് കിട്ടി, ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ റിവേർ സിസ്റ്റം ഓഫ് ആൻ ഏരിയ ഇസ് കോൾഡ് ഡ്രെയിനേജ് സിസ്റ്റം. ഇനി ആ ഒരു സിസ്റ്റം നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ പറഞ്ഞത് രണ്ടായിട്ടാണ് ഇന്ത്യയുടെ റിവേഴ്സ് സിസ്റ്റം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്, ഇന്ത്യയുടെ റിവേഴ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹിമാലയൻ റിവേഴ്സ് ആൻഡ് പെനിൻസുലാർ റിവേഴ്സ്. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻസ് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് നമ്മൾ ഹിമാലയൻ റിവേഴ്സ് എന്നും, പെനിൻസുലാർ റീജിയൻസ് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് നമ്മൾ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയും. ഹിമാലയൻ റിവേഴ്സിൽ ത്രൂ ഔട്ട് ഇയർ എന്ത് ചെയ്യും, അത് ഫ്ലോ ചെയ്യും. ബിക്കോസ് അത് പെരിനിയൽ റിവേഴ്സ് എന്ന് പറയാനുള്ള കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ബോത്ത് മെൽറ്റഡ് സ്നോ ഉണ്ട്, അതുപോലെ തന്നെ റെയിനും
റെയിൻഫാളും എന്തിൽ അവൈലബിൾ ആണ്, ഹിമാലയൻ റിവേഴ്സിലേക്ക് വരുന്നുണ്ട്. അതേസമയം തന്നെ പെനിൻസുലാർ റിവേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് റെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് സീസണൽ റിവേഴ്സ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫറൻസസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഡ്രെയിനേജ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്ററിലും ഓരോ ടോപ്പിക്കും വളരെ ഈസി ആക്കിയിട്ടും വളരെ ഷോർട്ട് ആയിട്ടും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ എൻറ്റയർ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോഴും വരാറുണ്ട്, ഇനിയും അതുപോലെ തന്നെ വരും. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ക്ലാസ്സസ് ഒക്കെ കാണാം. മാക്സിമം ഫ്രണ്ട്സിനേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, ബൈ.